കെ എം ഷാജഹാൻ കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. ശ്രീ കെ എം ഷാജഹാൻ, പി കെ ശ്രീമതിയെ ഒരു അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി എന്ന് പറയുന്നു. അവരോട് പിണറായി വിജയനാണ് ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് പറയുന്നു. അതായത് സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കരുത് മുതലായ കാര്യങ്ങൾ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? ഇതൊക്കെ തികച്ചും സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ് എന്നുള്ളത് CPM-നെ നിരീക്ഷിക്കുന്ന ആർക്കും പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയൻ തന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതാണ്. 100% അയാളത് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ശ്രീമതിക്ക് ഈ പ്രായത്തിന്റെ ഇളവ് കൊടുത്ത് അവരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നതോടുകൂടി കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാനുള്ള വഴി അടയുകയായിരുന്നു. ആ അടഞ്ഞ സമയം മുതൽ തന്നെ ക്രുദ്ധനാണ് പിണറായി വിജയൻ. ആ സമയം മുതൽ സമനില തെറ്റിയ ഒരാളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായും അയാളുടെ ടെമ്പർ പോയി എന്നാണ് എനിക്ക് ഈ പാർട്ടിയുടെ തന്നെ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതിനെ തുടർന്ന് അയാള് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരികയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നിത് ഇയാൾ പറയുകയും പറഞ്ഞതിനെ തുടർന്ന് ഒരാൾ പോലും ഇയാൾക്കെതിരായി അന്ന് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് അയാളിത് പറയുമ്പോൾ അവിടെ MA ബേബിയും MB ഗോവിന്ദനും ഉൾപ്പെടെയുള്ള എല്ലാ മറ്റ് സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളെല്ലാവരും ഇരിപ്പുണ്ട്. അവരാരും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവർ പരിപൂർണമായും നിശബ്ദരായിരുന്നു. ശ്രീമതി തന്നെ ആകെപ്പാടെ സ്തംഭിച്ചു പോയി. കാരണം ഇതുപോലൊരു സംഭവം സംസ്ഥാന സെക്രട്ടറിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. PK ശ്രീമതി സംബന്ധിച്ചത് അവർ 1998 മുതൽ അവർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവരിങ്ങനെ കേട്ടപ്പോഴത്തേക്കും അവർ സ്തംഭിച്ചു പോയി. അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് പറയാൻ പറ്റാത്തതായി പോയി. ഇതെല്ലാം പറഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിയും. 2 ദിവസത്തേക്ക് സംസ്ഥാന കമ്മിറ്റി കൂടാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. ആ സംസ്ഥാന കമ്മിറ്റി അന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് പിരിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ചേരേണ്ട സംസ്ഥാന കമ്മിറ്റി ഒരു ദിവസം അര ദിവസം കൊണ്ട് പിരിഞ്ഞ് ആ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും തിരിച്ചു പോയ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തന്റെ മരുമകന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാൻ കഴിയാതിരുന്നതിന്റെ വൈര്യം അയാള് ഇതിനകത്ത് തീർത്തതാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഈ വാർത്ത ഇപ്പം PK ശ്രീമതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഇത് പാർട്ടിക്ക് അകത്തുനിന്നാണ് ഇത് വന്നിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ആരാണ് ഈ വാർത്ത ചോർത്തിയതെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് പാർട്ടിക്ക് അകത്ത് തന്നെയാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ ആകെ അസ്വസ്ഥനാണ്. പിണറായി വിജയൻ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, വേറെ ആരും ഇവിടെ എന്റെ മുകളിൽ തീരുമാനിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള പിണറായി വിജയൻ തുടർച്ചയായിട്ടുള്ള നടപടികളുടെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഈ അത്യസാധാരണമായ ഈ സംഭവം എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. നമ്മൾ ഈ സർക്കാരിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും പലപ്പോഴും പല കാര്യത്തിൽ സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീകളുടെ കൂടെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് മുതിർന്ന ഒരു പ്രവർത്തകയാണ്, ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മുതിർന്ന പ്രവർത്തകയോടാണ് ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത്. അത് വളരെ ഗുരുതരം തന്നെയല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ ഈ സ്ത്രീകൾക്ക് എന്നൊക്കെ ഇതൊക്കെ പറയുന്നത് തന്നെ ശുദ്ധാസംബന്ധമല്ലേ CPM-നെ സംബന്ധിച്ചിടത്തോളം. CPM-ന്റെ 17-അംഗ സംസ്ഥാന സെക്രട്ടറിയിൽ ഒരു വനിത മാത്രമല്ലേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.